അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാർത്ത ചോർന്നത് മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിലൂടെയായിരുന്നു. അദ്ദേഹം അപ്പോഴും ഇസ്ലാമിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ നബിയോടുള്ള സ്നേഹവും ബഹുമാനവുമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കയിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പുതിയ യുദ്ധ നീക്കത്തെക്കുറിച്ചും അതിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചും അതിൻ്റെ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുടെ വിവരങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഉടനെ ഒരു ദൂതൻ വശം ഈ വിവരം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി സമർത്ഥനായ ഒപ്പം വിശ്വസ്തനായ ഒരു ദൂതനെ തന്നെ അദ്ദേഹം മക്കയിലേക്ക് പറഞ്ഞയച്ചു. എത്താവുന്ന അത്ര പെട്ടെന്ന് എത്താനായിരുന്നു ദൂതന് നൽകിയ നിർദ്ദേശം. ഏതാണ്ട് 500 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം മക്കയിൽ നിന്ന് മദീനയിലെത്താൻ. ഈ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ അതിവേഗം കുതിച്ചു എന്നാണ് ചരിത്രങ്ങൾ അനുമാനിക്കുന്നത്. ഏതാണ്ട് 3 ദിവസം കൊണ്ട് ഈ ദൂതൻ ഖുബായിലെത്തി. ഭാഗ്യം പോലെ ആ ദൂതൻ അവിടെ എത്തുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും സ്വഹാബിമാരും ഖുബായിലുണ്ടായിരുന്നു. ഖുബായിൽ വെച്ച് ദൂതൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് നബിക്ക് നൽകി. നബിക്ക് കത്ത് വായിച്ചു കൊടുക്കപ്പെട്ടു. നബി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ദൂതനോട് സന്തോഷത്തോടെ മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, പ്രത്യേകിച്ചും ഈ കത്തിൻ്റെ വിവരം അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, തൽക്കാലം ഈ വിവരം ആരും അറിയേണ്ട, നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയും അവിടെ എത്തിയ ഉടനെ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബിമാരെ വിളിച്ചു ചേർക്കുകയും ചെയ്തു. വിഷയങ്ങളൊക്കെ അവരെ തെര്യപ്പെടുത്തി. അതോടുകൂടെ മദീനയിൽ ഒരു അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. സഹാബിമാരെല്ലാവരും അല്ലെങ്കിൽ കഴിവുള്ളവരെല്ലാവരും പിന്നെ ആയുധങ്ങളുമായി മാത്രമായിരുന്നു നടന്നിരുന്നത്. മക്ക സൈന്യം ഏത് നിമിഷവും ഒരു ചാടി വീഴൽ നടത്തിയേക്കാം എന്ന് അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവർക്കും അറിയാം മക്കക്കാരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നതെല്ലാം. അതിനാൽ അവരെല്ലാവരും വളരെ ജാഗ്രത പാലിച്ച് ആയിരുന്നു ആ ദിവസങ്ങൾ നീക്കിയത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ അൻസാരികളുടെ നേതാക്കന്മാർ അവർ ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിയത് മറ്റൊരു നിലക്കാണ്. ഇവിടെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ്. കാരണം അത് അഖബയുടെ രാത്രി നമ്മൾ നബിക്ക് നൽകിയ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സഹാബിമാരും പിന്നെ എല്ലാ ദിവസവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന വീട്ടിൻ്റെ ഒരു വിളിപ്പാടടുത്തായി ആയുധധാരികളായി ഉണ്ടാകുമായിരുന്നു എന്നാണ്. മക്കയിലെ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ പുറപ്പെട്ട വിവരം കിട്ടിയിട്ടില്ല. അവർ പുറപ്പെടാനിരിക്കുന്നു എന്ന വിവരമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതിലുള്ളത്. അവർ പുറപ്പെട്ടോ, അവരെവിടെ എത്തി, ഏത് വഴിയാണ് അവർ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. മക്ക സൈന്യം
അതേസമയം വലിയ ആവേശത്തിലായിരുന്നു. കാരണം ആവശ്യത്തിനുള്ള ആൾ ബലം അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. 3000 യോദ്ധാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു യുദ്ധത്തിൻ്റെ കോപ്പ് തന്നെയായിരുന്നു അത്. പിന്നെ 700 പടയങ്കികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ വലിയ സൈന്യത്തിന് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഓടിയും ചാടിയും മിന്നൽ പിണർ ഉയർത്തിയും മുന്നേറാൻ 200 കുതിരകൾ, ഒന്നാന്തരം പടയാളികൾ, ഇതെല്ലാമുണ്ട്. അതുകൊണ്ട് ഇന്നൊരിക്കലും നമ്മൾ വീഴില്ല, ഇന്നൊരിക്കലും നമ്മൾ പരാജയപ്പെടില്ല എന്ന് അവർ മനസ്സാ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവർ പുറപ്പെട്ടു. ഏതാണ്ട് മദീനയുടെ അടുത്തെത്തി. അവർ അബവായിലൂടെയാണ് വരുന്നത്. അബവായിലെത്തിയപ്പോൾ അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമ്മ ആമിന ബീവിയുടെ ഖബർ അവർ കണ്ടു. കൂട്ടത്തിൽ ഹിന്ദ് ബിന്ദു ഉത്ബ പറഞ്ഞു, അവർക്കാണ് കൂടുതൽ അരിശമുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സഹോദരങ്ങളും പിതാവും ഒക്കെ കൊല്ലപ്പെട്ടതാണല്ലോ. അതിൻ്റേതായ പ്രതികാര ചിന്തയാണ്. അവർ പറഞ്ഞു, ആ കാണുന്നതാണ് മുഹമ്മദിൻ്റെ മാതാവിൻ്റെ ഖബർ, അത് മാന്താം. ഉടനെ സൈന്യത്തിലെ തലമുതിർന്ന ആൾക്കാരും ബോധമുള്ള ആൾക്കാരും ഒക്കെ വന്നുകൊണ്ട് പറഞ്ഞു, അത്തരം ഒരു വാതിൽ നമ്മളൊരിക്കലും തുറക്കരുത്. തുറന്നാൽ നമ്മളും പലതും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഹിന്ദ് തൽക്കാലം മടങ്ങി. അവർ വീണ്ടും മുന്നോട്ട് പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.